എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോപിയുടെ പൊറോട്ട, കോളിഫ്ലവർ വെച്ചുള്ള ഒരു പൊറോട്ടയാണ്. അതിനായിട്ട് ഒരു 1/2 കിലോ കോളിഫ്ലവർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി അത് നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് ചിരണ്ടിയെടുക്കാം. അരിഞ്ഞെടുത്താൽ ചെറിയതായിട്ട് കിട്ടത്തില്ല. ചോപ്പർ ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് എടുത്താലും മതി. ചോപ്പറിൽ ഇടുമ്പോൾ ഒത്തിരി വെള്ളം പോലെ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നമുക്കിതെല്ലാം ഇങ്ങനെ എടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട ഗോതമ്പ് പൊടി എടുത്ത് കുഴയ്ക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് 2 ടീസ്പൂണ് എണ്ണ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് നമുക്കൊന്ന് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ ഒരു 2.5 ടീസ്പൂൺ കടലമാവ് പൊടി. ഇതൊരു ബൈൻഡിങ് കിട്ടാനാണ് കടലമാവ് ഇടുന്നത്. നമുക്ക് നല്ലതുപോലെ പൊരിച്ചെടുക്കണം. കടലമാവിൻ്റെ പച്ചപ്പ് മാറും വരെ ഇത് ഇളക്കണം. അപ്പോൾ കണ്ട ഇതൊരു ലിക്വിഡ് പരുവത്തിലാണ് കിടക്കുന്നത്. ഇതായി കഴിയുമ്പോൾ ബ്രൗൺ കളറാകും. കണ്ടോ, ഇപ്പം ഒരു ബ്രൗൺ കളറായി. കണ്ടോ, കളറ് മാറിയത് കണ്ടോ, ഇതുപോലെ ആകണം. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് കഷണത്തിൽ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ചതച്ചിടരുത്, കൊത്തി അരിഞ്ഞിടണേ. അതിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പുളിക്ക് വേണ്ടി ഇച്ചിരി ഡ്രൈ മാംഗോ പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും വേണേ നമ്മളിട്ടത്. പിന്നെ നമ്മൾ ചുരണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിനെ ഇട്ട് അതിനകത്തൊരു വെള്ളമയം ഉണ്ട്, അതെല്ലാം മാറണം. ഇതൊന്ന് പകുതി വേകുകയും ചെയ്യണം. ഒരു നുള്ള് മഞ്ഞളും കൂടി ഇട്ട് കൊടുത്ത്, മഞ്ഞൾ ആദ്യം ഇടണമായിരുന്നു. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റിച്ചെടുക്കണം, തോരണം നല്ലപോലെ. ഇതായിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. ഇത് തണുക്കണം. ചൂടോടെ വെച്ചാൽ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പം പൊട്ടിപ്പോകും. പുറത്തോട്ട് ഇച്ചിരി മല്ലിയില, ചൂടോടെ മല്ലിയില ഇട്ടാലങ്ങ് വെന്തു പോകും. അതുകൊണ്ടാണ് ഇറക്കി വെച്ചിട്ടിട്ടത്. മല്ലിയില അങ്ങനെ കിടക്കണം. ആദ്യം നമ്മൾ ഇട്ടാൽ അത് വാടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചതിൽ ഒരു ഉരുള എടുക്കണം. എന്നിട്ട് പൊടിക്കകത്തോട്ടൊന്ന് മുക്കി ഇതുപോലെ ആക്കിയെടുക്കണം. സൈഡെല്ലാം കനം കുറച്ചും നടുഭാഗത്ത് ഒരിച്ചിരി കനവും വെക്കണം. ഇതുപോലെ ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മസാല ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിനകത്തോട്ട് വാരി ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് ഇതാണ്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുക്കുക. മേളിൽ ഇച്ചിരി കട്ടി വരും, അത് നമുക്ക് എടുത്തങ്ങ് മാറ്റാം. നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ചെയ്യുമ്പോൾ മസാല എല്ലായിടത്തും ചെല്ലും. നമുക്ക് പരത്തിയെടുക്കാം. ഒത്തിരി പ്രസ് ചെയ്ത് പരത്തരുത്.
അപ്പോൾ അത് അതിനകത്തെ ഫില്ലിങ് വെളിയിൽ വരും. നമുക്കിനി തവയിലിട്ട് വേവിച്ചെടുക്കാം. തിരിച്ച് മറിച്ചിട്ട് നെയ്യ് തൂത്ത് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും തിരിച്ച് മറിച്ച് വിട്ട് നെയ്യ് തേക്കണേ. നമുക്ക് പാത്രത്തിലോട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ ഗോപിയുടെ പൊറോട്ട ആയി. തൈര് കച്ചപ്പ് കൂട്ടി സെർവ് ചെയ്ത് കഴിക്കാം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.